ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് വളരെ സിമ്പിൾ അല്ലേ, എന്തിനത്ര പറഞ്ഞു തരാനുള്ളതെന്ന്. പക്ഷേ ഇത് അറിയാത്തവരായിട്ടുള്ള കൊച്ചുകുട്ടികളുണ്ടാവും. കൊച്ചുകുട്ടികൾ മീൻസ് നമ്മളെ ഒരു 18 വയസ്സ് ആ സമയത്തുള്ള കുട്ടികൾ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് അതിന്റെ കൂടെ ഈ ഓംലെറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ഇട്ടാ, പച്ചമുളക്, കറിവേപ്പില, ഇത് മൂന്നും, വെളിച്ചെണ്ണ, ഇത് നാലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടികൾ വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, മുളക് ഇട്ട് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒക്കെ ചേർക്കാം. ഇട്ടാലും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാവും. എന്നാലും എനിക്ക് ഇങ്ങനെ ആണ് ഇഷ്ടം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നന്നായി തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ തൊലിയെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള മെസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒതുക്കി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികളെല്ലാം കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതെല്ലാം ചെയ്യണത് കേട്ടോ. അപ്പം ഇതൊരു ചെറിയൊരു ടിപ്പാണ്. നമ്മൾ അപ്പം തന്നെ തൊലി കളക്ട് ചെയ്യാനായിട്ട് ഒരു പാത്രം കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. പണ്ട് ഞങ്ങള് അമ്മയും അപ്പനും ചേച്ചിയും ചേട്ടനും ഞങ്ങൾ ഒരു കുഞ്ഞു കുടുംബമായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ചെറിയതായിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന ഒരു സാധനമായിരുന്നു മുട്ട എന്ന് പറയുന്നത് കേട്ടോ. മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. അന്ന് അത് കുറേ കഴിക്കാനും ഇല്ല. അപ്പോൾ ഒരു മുട്ടയാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ 4ആയിട്ട് ഭാഗിക്കും. ഒന്ന് കണ്ണന്, എൻ്റെ ചേട്ടന് കൊടുക്കും, ഒന്ന് എൻ്റെ ചേച്ചിക്ക് കൊടുക്കും, ഒന്ന് എനിക്ക്. അതിലൊരു പങ്ക് അപ്പനമ്മയും കൂടെ പകുതി എടുക്കും. അങ്ങനെ സമൃദ്ധമായിട്ടൊന്നും കഴിക്കാനില്ല. ഒരു മുട്ടനെ എൻ്റെ 4 കഷ്ണങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. പക്ഷെ എൻ്റെ ബ്രദറിന്, എൻ്റെ ചേട്ടന് ഇത്തിരി കൂടുതൽ വെക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടനോടൊരു സ്നേഹം അപ്പനമ്മയ്ക്ക് കൂടുതലായിരുന്നു. പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലേ, ആൺകുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം ഒക്കെ വീട്ടുകാർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഭാഗം വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ മുട്ടയുടെ 4 ഭാഗങ്ങളായിട്ട് ഒരു കഷ്ണം ഞാൻ എടുത്തു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇത്തിരി നേരം വൈകിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ചേട്ടൻ വരുമ്പോഴേക്കും എൻ്റെ മുട്ട ഞാൻ ചോറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടന് വലിയ കഷ്ണം ചേട്ടൻ വേഗം അതെടുത്ത് വേഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ ഇനിയും ചോറ് ബാക്കിയിട്ട്, ഇനി മുട്ടയും ഇല്ല. അപ്പം നോക്കിയപ്പോൾ ചേച്ചിയുടെയിലും എൻ്റെയിലും ഉണ്ട്. അപ്പം അപ്പോൾ ഇവന് കാണിച്ചില്ല. ഞാൻ എൻ്റെ മുട്ട എൻ്റെ ചോറിനുള്ളിൽ നിന്ന് മുട്ടയുടെ കഷ്ണം എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ അവനത് കിട്ടണമെന്നും ആഗ്രഹം കൊണ്ട് ചോദിക്കാനായിട്ട് പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഞാൻ തരില്ല, നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയും. പക്ഷെ ചേച്ചി അത് കണ്ടത് വേഗം ചേച്ചി ഒരു കഷ്ണം എടുത്ത് വേഗം കൊടുത്തു. എന്നിട്ട് ചേട്ടൻ അപ്പോൾ വേഗം വാങ്ങിച്ചു വിട്ടാം. നമുക്ക് അവിടെ ഒരു അതിർവരമ്പുകൾ ഇല്ലാത്ത കാരണം കൊടുത്താൽ നമ്മൾ തല്ലുകൂടാനോ ഒന്നുമില്ല. തല്ലുകൂടാണെങ്കിൽ നമ്മൾ വേഗം നമ്മളത് സോൾവ് ആക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. അങ്ങനെ അവനും കഴിച്ച സന്തോഷമായിട്ട് നിന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടുതൽ കിട്ടിയിരുന്ന എൻ്റെ ചേട്ടൻ ഇപ്പൊ എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് തന്നിട്ട് അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് മുട്ട പൊരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ. ഈ കഥയൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ എത്ര പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ എത്ര ഇതിൽ കഴിഞ്ഞിരുന്നിട്ട് ഇപ്പൊ കഴിയുന്ന രീതിയും ഒക്കെ എത്ര വ്യത്യാസമല്ലേ. ഈ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുമ്പോൾ അത് നമുക്ക് എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കാനും വീട്ടുകാരോട് പറയാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കാനുള്ളൊരു ചെറിയൊരു സമയം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ പച്ചക്കറികളെല്ലാം നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കണമെങ്കിൽ. ഇതിപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പച്ചക്കറി നമ്മൾ ഉടനെ കഴുകി ഉണക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ തുടച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്യാൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് എടുത്ത് കഴുകിയതിന് ശേഷം മുറിക്കാം. മുറിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ മുട്ടയും നമ്മൾ ഇന്ന് കഴുകുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മുട്ടയുടെ പുറത്ത് അഴുക്കുണ്ടാവും. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസും നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. ഈവൻ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും നമ്മൾ കഴുകിയതിന്
അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം, അടിച്ച് പതപ്പിക്കണം എന്നാണ് പറയുന്നത് അതിന്. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച്, പാൻ ചൂടായോ എന്ന് അറിയാനൊരു ട്രിക്കുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം വരും. ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം നമുക്ക് പാൻ ചൂടായി എന്നുള്ളത്. അപ്പോൾ ഇത്തിരി എണ്ണ ചേർത്തിട്ട് കുറച്ചെണ്ണ, ഇപ്പൊ സ്വർണത്തിന്റെ അത്ര വെളിച്ചെണ്ണയ്ക്ക് വില കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചെണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മളൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് മുട്ട നമ്മൾ കലക്കി വെച്ചത് നമുക്ക് അതിലേക്ക് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറയുന്നത് എന്തിനാന്ന് എല്ലാവരും തോന്നും, പക്ഷേ എനിക്കിതൊരു എസെൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം, ഫുള്ളായി കാണാം. അതിനുശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ കീപ് വാച്ചിങ്. എല്ലാവർക്കും നല്ലത് നേരിട്ട് നല്ല ഒരു ദിനം ഞാൻ നേരാണ്. ബൈ.